ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഇത് ഞാനൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ആ കുട്ടി പിൻട്രസ്റ്റിൽ നിന്ന് പിക്ക് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. ഈ ഒരു ഡ്രസ്സിന് വേണ്ടി ഞാൻ 5 മീറ്റർ ക്രേപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ടീഷർട്ട് വേണ്ടാന്ന് പറഞ്ഞു, മുകളിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിക്കിലുള്ള പോലെ തന്നെ ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ ഞാൻ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും ആ ഒരു മെഷർമെൻറ്റ് പറഞ്ഞുതരാം. നമുക്ക് ചെസ്റ്റ് തന്നിരിക്കുന്നത് 30 അപ്പോൾ ആ 30 ഇഞ്ചിന് നമ്മൾ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൽ കിട്ടുന്നതിന് നമ്മൾ സീം എലവൻസ് ആയിട്ടുള്ള 1.5 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടി ഒരു 0.5 ഇഞ്ച്, അത് അര ഇഞ്ചും കൂടി നമുക്ക് ലൂസും കൂടി കൊടുക്കാം. അപ്പോൾ മൊത്തം നമുക്ക് വരുന്നത് 9.5, അതായത് 9.5 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് വരുന്നത്. പിന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 29 ഇഞ്ചാണ്, അതും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സീം എലവൻസ് ആയിട്ട് 2 ഇട്ട് കൊടുക്കുക, അതായത് അര ഇഞ്ച് ലൂസും പിന്നെ 1.5 ഇതും സീം എലവൻസും കൂടി ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 9.25 വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റും വേസ്റ്റിൻ്റെയും മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന യോക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് മെറ്റീരിയൽ ഞാനൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ 9.5 ഇഞ്ച് ഇവിടെ ഒന്ന് നോക്കിയിട്ട് അത് നമുക്ക് യോക്കിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു വിഡ്ത്ത് ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒന്ന് ആ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ലൈനിങ്ങും ഈ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിടണം, നമ്മുടെ ലെങ്ത് വൈസ് ഒന്ന് ഫോൾഡ് ചെയ്തിടണം. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കാണിച്ചു തരാം. യോക്കിൻ്റെ ലെങ്ത് വന്നിരിക്കുന്ന 12.5 അപ്പം 12.5 കൂടി ഒരു അര ഇഞ്ചും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ആ ബോട്ടം പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു അര ഇഞ്ചും കൂടി കൂട്ടി നമുക്ക് 13 ഫസ്റ്റ് ഇവിടെ യോക്കിന് വേണ്ടിയിട്ട് 2 ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഉള്ളത് നമുക്കിവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളത് കട്ട് ചെയ്യേണ്ട, ആദ്യം ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്താൽ അതിൻ്റെ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് മെറ്റീരിയൽ വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ മെറ്റീരിയലിലേക്ക് കട്ട് ചെയ്താൽ മതി. അപ്പോൾ പേപ്പറിൽ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് 2.25 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ലെങ്ത്ത് 5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4.5 ഇഞ്ചാണ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സീം എലവൻസും എല്ലാം കൂടി ഇട്ടിട്ട് 5 ഇഞ്ചാണ് ഞാൻ താഴേക്ക് വരച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആം ഹോളും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതും 6.5 ഇഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി വലിയ പേപ്പർ എടുക്കണം. ഞാനിവിടെ ഉള്ള ഒരു പേപ്പർ എടുത്തുകൊണ്ട് ചെറുതാണ്, അപ്പം അതിൻ്റെ ചെസ്റ്റ് കംപ്ലീറ്റ് വരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് മെറ്റീരിയലിലേക്ക് അത് കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ചെസ്റ്റ് എത്രത്തോളം വരുന്നുണ്ടോ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ പേപ്പർ എടുക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ആ ആം ഹോളിൻ്റെ അവിടെ നിന്ന് ഞാൻ 1.25 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് കർവും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് നമ്മൾ ആ ഷോൾഡറിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും മെറ്റീരിയൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു കുഴി നമുക്ക് കറക്റ്റ് കിട്ടണം. പിന്നെ അങ്ങോട്ട് നമ്മുടെ ചെസ്റ്റും കിട്ടണം. അപ്പോൾ ഈ പേപ്പറിൽ അതില്ല, പക്ഷേ മെറ്റീരിയൽ നമുക്കത് ചെയ്യാം. അപ്പോൾ ഫുള്ളായിട്ട് വരുന്നത് ഇവിടെ വരുന്നത് 6.5 ഇഞ്ച് മാത്രമാണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രാ കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ആ ഒരു 6.5 ഇഞ്ച് എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഫോൾഡ് ചെയ്തിട്ടുള്ള പേപ്പർ ആയിരിക്കണം. അപ്പം ഇതിനകത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നെക്കിൻ്റെ ഭാഗം കറക്റ്റ് മേളിൽ വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. നമുക്ക് എന്നിട്ട് എത്രയാണോ നമ്മുടെ ആ ഒരു വള്ളി നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പം നമ്മുടെ നെക്കിൻ്റെ ലെങ്ത് എത്രയാണോ, അതായത് ഇവിടെ 4.5 ഇഞ്ചാണ്. ഈ 4.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള ഭാഗം മാത്രമാണ് നമ്മൾ യോക്കായിട്ട് കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് വരുന്ന 13 അതിൻ്റെ കൂടെ സീം എലവൻസ് ആയിട്ട് ഞാൻ 1 ഇഞ്ച് ഇടുന്നുണ്ട്. മൊത്തം ഞാൻ 14 ഇഞ്ചാണ് നമ്മുടെ യോക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ യോക്കിൻ്റെ കൂടെ നമ്മുടെ നെക്കായിട്ടുള്ള 4.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ളത് മാത്രം നമ്മളിവിടെ എടുത്താൽ മതി. ഈ ഒരു പേപ്പർ കറക്റ്റ് മേളിൽ വെച്ചിട്ട് ആ ഒരു നെക്ക് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് കറക്റ്റ് മേളിൽ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ആ ഒരു കർവ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതും പിന്നെ വേസ്റ്റ് റൗണ്ട് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെസ്റ്റിൻ്റെ മാർക്കിങ് വരുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ചെസ്റ്റ് വരുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു 9.5 ഇഞ്ച് ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കർവിൻ്റെ അറ്റത്തു നിന്നായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. മേളിലേക്ക് പിന്നെ നമുക്ക് സ്ട്രാപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കറക്റ്റായിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെസ്റ്റ് വന്നിരിക്കുന്നത് 30, അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് സീം എലവൻസും കൂടി ഇട്ടിട്ടാണ് ഈ 9.5 ഇഞ്ച് വന്നിട്ടുള്ളത്. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് എടുക്കേണ്ടത് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് ആണ്. നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് തന്നിട്ടുള്ളത് 13.5 അതിൻ്റെ കൂടെ ഞാൻ സീം എലവൻസും കൂടി ഇട്ട് 14 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ നിന്ന് നമ്മൾ മേളിലേക്ക് സ്ട്രാപ്പാണ് കൊടുക്കുന്നത്.
കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മൈനസ് ചെയ്യണം. അതിൻ്റെ ലെങ്ത്ത്, അതായത് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ തന്നിട്ടുള്ളത് അതാണ് നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് തന്നിട്ടുള്ളത് 4.5 അപ്പം ഈ ഒരു 14 നിന്ന് 4.5 മൈനസ് ചെയ്തിട്ട് വരുന്ന ബാലൻസ് ആണ് നമ്മളിവിടെ എടുത്തു കൊടുക്കേണ്ടത്. 9.5 വന്നിട്ടുള്ളത്. ഞാനൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടി 10 ഇഞ്ചായിട്ടാണ് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് റൗണ്ട് വരുന്നത് 9.25 ഇഞ്ചാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗവും താഴ്ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതാ മേള് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാ മേളിൽ നിന്ന് നമ്മളിനി സ്ട്രാപ്പ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫോട്ടോ നോക്കുകയാണെങ്കിൽ ഈ ഒരു അറ്റത്തു നിന്നാണ് നമ്മുടെ ഈ വള്ളി വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമ്മൾ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കണം. ഇത് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 എണ്ണം ലൈനിങ്ങിന് വേണ്ടിയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. യോക്കിൻ്റെ മെഷർമെൻറ്റ് ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതായത് 9.5 ഇഞ്ച് നമുക്കിത് മൊത്തം വന്നിട്ടുണ്ട്. അതിൽ 1/2 ഇഞ്ച് താഴ്ഭാഗം അടിക്കാനും 1/2 ഇഞ്ച് നമുക്ക് മേളിലടിക്കാനും വിട്ടിട്ട് ബാക്കി 8.5 ഇഞ്ചിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ യോക്ക് എത്രയാണോ അതിനനുസരിച്ച് എടുത്താൽ മതി. അതായത് നമ്മുടെ യോക്ക് എത്രയാണോ അതിൽ നിന്ന് നമ്മുടെ നെക്ക്, നമ്മൾ ആ ഒരു സ്ട്രാപ്പ് കൊടുക്കുന്നുണ്ടല്ലോ, അതിനുള്ള ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്താണ്. അത് നമ്മൾ ആദ്യം മൈനസ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ ഭാഗം എടുക്കാൻ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്യാം. 3 തട്ടായിട്ടാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ബോട്ടം പാർട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കട്ട് ചെയ്യാം. അതിന് ഞാൻ നമ്മുടെ മെറ്റീരിയലിൻ്റെ ഈ വശത്തേക്കാണ്, അതായത് നമ്മുടെ വിട്ട് ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വിട്ട് ഭാഗം ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മുടെ ആ ഒരു സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത്, അതായത് ആ ഒരു ഭാഗം വരുന്നത് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് 4.5 നമ്മളവിടെ എടുക്കുന്നത്. അത് മൈനസ് ചെയ്തിട്ടുള്ള ഭാഗമാണ് യോക്ക് എടുക്കുന്നത്. അപ്പോൾ യോക്ക് അത് മൈനസ് ചെയ്തിട്ട് 8.5 വരുന്നത്. സീം അലവൻസ് ഇല്ലാതെയാണ് പറയുന്നത്. 8.5 വരുന്നത്. പിന്നെ താഴേക്ക് ഭാഗത്തേക്ക് 3 തട്ടായിട്ടാണ് വരുന്നത്. ഫസ്റ്റത്തെ ആ ഒരു ലെയറിൻ്റെ ലെങ്ത്ത് 7, രണ്ടാമത്തത് 9, മൂന്നാമത്തത് 13 ആണ് വരുന്നത്. അതായത് കുറച്ച് കൂടി നിൽക്കുന്ന രീതിയിലാണ് പിക്കിലുള്ളത്. അപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ 7, രണ്ടാമത്തെ 9, പിന്നെ മൂന്നാമത്തത് 13 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 42. അതാണ് നമ്മുടെ ഫുൾ ലെങ്ത് വരുന്നത്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സീം അലവൻസ് ഇട്ടിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ യോക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് 8.5 ആയിരുന്നു വരേണ്ടത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് നമ്മൾ 9.5 എടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റത്തെ ഭാഗം നോക്കുകയാണെങ്കിൽ 7 വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്തിട്ട് 8ഉം, രണ്ടാമത്തത് 9 വരുന്നത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് 10ഉം, ലാസ്റ്റത്തെ നമ്മൾ 13 അതിൻ്റെ കൂടെ മാത്രം നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്യണം. കാരണം നമുക്ക് മേളിൽ അടിക്കാനും പിന്നെ താഴെ നമുക്ക് ഫോൾഡ് ചെയ്യണമല്ലോ. അതിനുള്ള 1.5 ഇഞ്ച് ആഡ് ചെയ്തിട്ട് 14.5 ഇഞ്ചാണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. 8 ഇഞ്ചിലാണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ തന്നെ നമ്മൾ 2 എണ്ണവും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഭാഗം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഭാഗത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 29 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പിക്കിലുള്ള പോലെ തന്നെ കുറച്ച് പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എടുക്കുന്നത് 29 ഇഞ്ചാണ്. ഫ്രണ്ടിലേക്ക് മാത്രം 29 ഇഞ്ചും ബാക്കിലേക്കും സെയിം 29 ഇഞ്ചാണ് എടുക്കുന്നത്. അതാണ് ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റത്തെ ഭാഗം പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നും പ്ലീറ്റ്സ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാ ഞാനിവിടെ ചെറിയ പ്ലീറ്റ്സാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 29 ഇഞ്ചിൽ നമ്മളിവിടെ ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയുള്ള നെക്സ്റ്റ് തട്ടെടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. നമ്മൾക്ക് ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ സീം അലവൻസ് മേളിലും താഴെ അടിക്കാനുള്ള സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 10 ഇഞ്ചാണ് നമ്മൾ ലെങ്ത്ത് എടുക്കേണ്ടത്. ഇതിൻ്റെ വിട്ടായിട്ട് എടുക്കുന്നത് 35 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഈ 45 ഇഞ്ച് 10 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഇന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. 45ൻ്റെ പകുതി 22 ഇഞ്ചാണ് ഇവിടെ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊന്ന് 10 ഇഞ്ച് ലെങ്ത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതൊന്ന് പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്കും കൂടി ഒരുമിച്ച് തന്നെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ അത് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വിഡ്ത്തും ലെങ്ത്തും ഒരേപോലെ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 74 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഹാഫായിട്ടുള്ള ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ വരുന്നത് 74 ഇഞ്ചാണ് ഒരു വശം വരുന്നത്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 14.5 ഇഞ്ചാണ്. നമ്മൾ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 14.5 എന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 13 അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് മേളിലടിക്കാനും പിന്നെ താഴെ ഫോൾഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള 14.5 ഇഞ്ച് ആണ് ടോട്ടൽ എടുക്കുന്നത്. ഇത് ഞാൻ അതും കൂടി പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതാ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇനി നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയും ഫ്ലെയർ ആണ് ഒരു ഭാഗത്തിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ഫ്ലെയർ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മെറ്റീരിയൽ ആ ഒരു വിട്ട് നമ്മൾ
പറഞ്ഞല്ലോ, അതൊന്ന് കൂട്ടി എടുത്താൽ മാത്രം മതി. ലെങ്ത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ കൂടുതൽ എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ ടോട്ടൽ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഭാഗം മാത്രമാണ് ഇതേപോലെ തന്നെ ബാക്ക് 2 ഭാഗവും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 ഭാഗവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. ഇനി നമ്മൾ ഏറ്റവും താഴെ മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കും, അത് നമുക്ക് ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മേളിലെ ഭാഗത്തേക്കുള്ള ബാക്കി നോക്കാം. അപ്പോൾ അതിന് നമ്മൾ സ്റ്റാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. 4 വള്ളി ആണ് വെക്കുന്നത്, എന്നിട്ട് കെട്ടുന്ന ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ്. ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. അപ്പം ഞാനങ്ങനെ 4 വള്ളി ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 3 ഇഞ്ച് വിഡ്ത്തിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വിഡ്ത്ത് കിടക്കണമെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ 3 എടുക്കുന്നത്. അപ്പോൾ ഞാൻ 4 വള്ളി അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോർമൽ വള്ളിയൊക്കെ അടിക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ കുത്തിത്തിരിക്കില്ലോ, അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ 4 ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വള്ളി ഈ സീം അലവൻസ് ഒക്കെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊന്ന് ഫുള്ള് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഞാൻ 4 വള്ളിയും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 4ഉം നമുക്ക് നമ്മുടെ യോക്കുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി യോക്കിന് വേണ്ടിയിട്ട് ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ നമ്മുടെ യോക്കിൻ്റെ ഒരു ഭാഗം എടുത്തിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഒരു വള്ളി എടുത്തിട്ട് നമ്മൾ താഴേക്കാണ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അതിൻ്റെ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം ഇങ്ങനെ വെച്ചിട്ട് താഴേക്കാണ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ 1/2 ഇഞ്ച്, ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ജസ്റ്റ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പോൾ അവിടെ നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ 1/2 ഇഞ്ച് മാറ്റിയിട്ട് ഈ ഒരു വള്ളി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ഈ ഒരു കട്ടിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ഞാൻ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് അത് നമ്മൾ കെട്ടുമ്പോൾ അതങ്ങനെ കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വരുന്ന രീതി വെച്ച് ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ 4 ഭാഗത്തും അങ്ങനെ തന്നെ ചെയ്തെടുക്കണം. ആദ്യം 1/2 ഇഞ്ച് അവിടെ നിന്ന് സൈഡിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നായിരിക്കണം നമ്മളിത് വെക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി വരണമെങ്കിൽ അതിനനുസരിച്ച് വെച്ച് 1 ഇഞ്ചൊക്കെ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ അത്യാവശ്യം അറ്റത്ത് വരുന്ന രീതിയിലാണ് പിക്കിലുള്ളത്, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത്രയും സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിതാ നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡർ മുതൽ നെക്ക് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഈ മേളിലെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് 1/2 ഇഞ്ചിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇതൊന്ന് മറിച്ചിട്ട് കാണിച്ചു തരാം. ഇതാ മറിച്ചിടുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഇതാ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഭാഗം ഉള്ളിലേക്ക് പൊക്കോളും, അത് കാണത്തില്ല. അപ്പോൾ എന്നിട്ട് നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ഫുള്ളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നെക്കും പിന്നെ ഭാഗം ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണം ചെയ്താൽ മതി. എന്താ വെച്ചാൽ ഫ്രണ്ട് ഭാഗത്തിൽ നമ്മളൊരു കട്ടിങ് ഫ്രണ്ടിൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ബാക്ക് മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുണ്ടോ, ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഒരു ഭാഗമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്, ബാക്ക് ഭാഗം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ നമുക്കൊരു കട്ടിങ് ഉണ്ട്. അപ്പോൾ അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഒരു കട്ടിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി 2.5 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ നെക്ക് മുതൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വരെ എത്ര ലെങ്ത്ത് ഉണ്ടോ അത്രയും ലെങ്ത്തുള്ള മെറ്റീരിയൽ തന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ പീസ് വെച്ചിട്ടാണെങ്കിൽ ചെയ്യുന്നത് അത് കുഴപ്പമില്ല. അപ്പോൾ ഒറ്റയടിക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും ലെങ്ത്തുള്ള ഒരു മെറ്റീരിയൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. 2.5 ഇഞ്ചിലാണ് ഞാൻ അതിൻ്റെ ഒരു വിഡ്ത്ത് എടുക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ 2 അറ്റവും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് 2 അറ്റവും ആദ്യം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഈ 2ഉം കൂടി ഒരുമിച്ച് വന്നിട്ട് ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ അങ്ങനെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. എന്നിട്ടാണ് ഞാൻ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ആദ്യം 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് 2 വശവും കൂടി അടുപ്പിച്ച് വെച്ചിട്ട് താഴെ വരെ ഫുൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചുരുണ്ട് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ 2 വശവും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് വൃത്തിയായിട്ടിരിക്കും. അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്കിനി അതൊന്ന് നമ്മുടെ മെറ്റീരിയലിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ വെച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റീരിയലിൻ്റെ നമ്മുടെ ആ നെക്കിൻ്റെ കറക്റ്റ് സെൻറ്റർ ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതാ നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി നല്ല വശം 2 ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിന് മുന്നേ ഞാനിവിടെ ഒന്ന് മെഷർ ചെയ്ത് വെക്കുന്നുണ്ട്. ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്തിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 വശവും നമ്മുടെ ഈ ഇത് കറക്റ്റ് വെച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇത് നമ്മൾ ചെരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നല്ല ബോറ
ബോറാവും. അപ്പം കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ വേണം നമ്മുടെ സ്ലീവും കൂടി നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഈ ഒരു കട്ടിങ് എല്ലാം ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ ഇത് 3 ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഒക്കെ പുറത്ത് സീം അലവൻസ് ഒക്കെ പുറത്ത് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 1/4 ഇഞ്ച് ഒന്ന് വിട്ടിട്ടാണ് ഞാൻ ആ ഒരു വള്ളി വെച്ച് കൊടുത്തിട്ടുള്ളത്. സെൻറ്ററിൻ്റെ അവിടെ മാത്രം നമ്മൾ ഇത് കൈൻ്റെ അവിടെ നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടുന്ന സമയത്ത് അത് തിരിഞ്ഞു വരും. പക്ഷേ നമ്മുടെ ആ സെൻറ്ററിൽ കൊടുക്കുന്നത് നമ്മൾ കറക്റ്റ് എങ്ങനെയാണോ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം അത് അങ്ങനെ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ വള്ളി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെക്കുക. ഫ്രണ്ടിൽ ആ ഒരു കട്ടിങ് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ലൈനിങ്ങും കൂടി ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ ആ ഒരു കുഴിച്ചുള്ള ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കട്ടിങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്, ഈ വള്ളി മേളിലേക്ക് ഇങ്ങനെ വരും. ഈ സെൻറ്ററിലെ ഭാഗം മാത്രം നമ്മൾ താഴേക്ക് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ഫുള്ള് ചുറ്റും ഒന്ന് പതിച്ചടിച്ച് നമുക്ക് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മുടെ താഴ്ഭാഗം ബോട്ടം പാർട്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിതാ ഇവിടെ ഫുള്ളൊന്ന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബോട്ടം പാർട്ട് എടുക്കുക. ബോട്ടം പാർട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു യോക്കുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഒന്ന് ഫുള്ള് ജോയിൻ ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഒരു കട്ടിങ് താഴെ വരെ പോകുന്നതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് യോക്ക് വരെ മാത്രം മതിയെങ്കിൽ ഈ ഒരു സംഭവം ചെയ്യുന്നത്, ഈ ഒരു ബോട്ടം പാർട്ടായിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇത് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. താഴെ വരെ കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോട്ടം പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതാ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ചെരിഞ്ഞു പോകും. അപ്പം രണ്ടിൻ്റെയും സെൻറ്റർ ഏതാണെന്ന് കറക്റ്റ് മനസ്സിലാക്കി വരച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു സംഭവം നമ്മൾ താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് പതുക്കെ വെച്ച് കൊടുത്തിട്ട് താഴെ വരെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്ന് കുത്തി വെക്കാം. എന്നിട്ട് കംപ്ലീറ്റ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 വശവും സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റിച്ച് വലുതാക്കി കൊടുത്തിട്ട് സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഓക്കെ ആണോ നോക്കിയിട്ട് 2 വശത്തും കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ താഴെ വരെ ആദ്യം ഒന്ന് പിന്നൂത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതെനിക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മേത്ത് വെച്ച് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കറക്റ്റ് വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് സെൻറ്ററിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർ ഒക്കെ ഉണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു കറക്റ്റ് ഫ്ലെയറാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ഈ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് പാർട്ടിന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ബാലൻസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ബാക്കും സെയിം പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ സിബൊന്നും വെച്ച് കൊടുക്കുന്നില്ല. ഇത് നമുക്ക് കെട്ടുന്നതാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ സിബൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. അപ്പം ഇനി നമുക്ക് ഈ ഒരു 2 ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശം 2 ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് നമ്മുടെ ചെസ്റ്റും വേസ്റ്റൊക്കെ ഒന്ന് മെഷർ ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടം പാർട്ടിലേക്ക് ലൈനിങ് വെച്ചിട്ടില്ല, മേളിൽ മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ഒന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ അരയിൽ നമുക്ക് വള്ളി കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് താഴെ വരെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ അരയിൽ കൊടുക്കുന്ന വള്ളീൻ്റെ വിട്ട് എടുക്കുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ 1.5 ഇഞ്ചിൽ നമ്മൾ നോർമൽ വള്ളി എടുക്കുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് കുത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ട് ഒന്ന് ഞാൻ അരയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഫുള്ള് ചെസ്റ്റും വേസ്റ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. 2 വശം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഏറ്റവും താഴെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് താഴെ ഒന്ന് ഫോൾഡ് ചെയ്തും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ്. ഈ ഒരു കളറിലും ചെയ്തിട്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല ഫ്ലെയറും വന്നിട്ടുണ്ട്. പിന്നെ ഇത് താഴെ ഞാൻ ഫോൾഡ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ആ ഒരു പിക്ചറിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്ലീറ്റ്സ് ആണ് ഭംഗി ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ വള്ളി ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഉള്ളിൽ ടീഷർട്ട് ഇട്ടിട്ടോ അല്ലെങ്കിൽ അല്ലാതെയും നമുക്ക് ഇടാൻ പറ്റും. അപ്പം മൊത്തത്തിൽ ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് ബട്ടൺ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പകലൊന്നും കൂടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. ഇനി നമുക്ക് ഫ്രണ്ടിൽ എങ്ങനെ ബട്ടൺ വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മെഷീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു. നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്ത് ബട്ടൺ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇതിനകത്ത് തുന്നി വെക്കാൻ വേണ്ടി പോകുന്നത്.
ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെഷീൻ. ഇതിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം, എന്നിട്ടാണ് ഈ ഒരു ബട്ടൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഫിറ്റിംഗ് ഒന്നും ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ബട്ടൺ വെച്ച് കൊടുക്കാം നമുക്ക്. ഇത് ബട്ടൺ വെക്കാൻ വേണ്ടി ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ ഒരു താഴത്തെ ഒരു ഭാഗമുണ്ട്, അതിനകത്ത് നമ്മൾ ആദ്യം അത് നമ്മൾ ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് മേളിലെ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ തുണി ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ ഏത് തുണിയാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ആ മേളിലെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുത്ത് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിനകത്ത് വെച്ച് പ്രസ് ചെയ്താൽ മതി, എളുപ്പമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ബട്ടൺസ് കിട്ടും. അപ്പം അങ്ങനെ ഇതാ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് മെറ്റീരിയൽ എവിടേക്കാണോ ഈ ഒരു എത്ര അകലത്തിലാണോ നമുക്ക് ബട്ടൺസ് വേണ്ട അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. എന്നിട്ട് നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് തുന്നിയാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഹോൾ ഉണ്ട്, അതിനകത്ത് കൂടി ഒരു 3-4 പ്രാവശ്യം കുത്തി എടുത്തിട്ട് നമ്മൾ തുന്നി കൊടുക്കാനാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് അടുപ്പിച്ച് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ ബട്ടൺസ് ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ടുള്ള ബട്ടൺ ഇത് മേടിക്കാനും കിട്ടും. അപ്പോൾ അങ്ങനെ മേടിച്ചാലും ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു ബട്ടണും കൂടി വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു ബട്ടണും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മെഷർമെൻറ്റിലേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യും. അപ്പം പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ബൈ.